travel it, exploring travel and food. മാരുതി അപ്പോൾ 9 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനുമായിട്ട് വന്നിരിക്കുകയാണ്. പെർട്ടിക പോലുള്ള വണ്ടികളിൽ ഇതുവരെ ഒരു 7 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. അത് വളരെയധികം ഒരു എന്താ പറയുക ഒരു അരോചകമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ 9ഉം 10 ഇഞ്ചുമായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോൾ നാക്കാമിച്ചി 3650 എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കൊണ്ടുവന്നിരുന്നത്. അതൊരു ജപ്പാൻ ബ്രാൻഡാണ്, പക്ഷെ ഇപ്പോൾ അത് മെയ്ഡ് ഇൻ ചൈന എന്നാണ് അതിൽ കാണിക്കുന്നത്. എന്തായിരുന്നാലും ഒരു നല്ലൊരു മൂവായിട്ടാണ് തോന്നുന്നത്. കാരണം മാരുതി ഇതൊക്കെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങളനുസരിച്ച് പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോഴും വളരെ ഒരു എന്താ പറയുക പിശുക്കിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം വേറൊരു എർട്ടിയ പോലൊരു 7 സീറ്റർ ഏതെങ്കിലും ബ്രാൻഡ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇതിൻ്റെ പരിപാടി കൂട്ടിക്കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മാരുതി പല ഫീച്ചേഴ്സും ഓൾറെഡി കൊണ്ടുവരേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ടച്ച് സ്ക്രീൻ എല്ലാം ഒരു 10 ഇഞ്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 9 ഇഞ്ചെങ്കിലും ബേസ് അല്ലെങ്കിൽ ഒരു VXI തൊട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാവരും പറയുന്നത് പോലെ പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ വാറണ്ടി നഷ്ടപ്പെടുമെന്നെല്ലാം മാരുതിയിലത്തെ ജീവനക്കാരെയാണ് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ പല ആൾക്കാരും അതിന് മുതിരില്ല. ചില ആൾക്കാർ അത് പുറത്തുനിന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ അതും ഒരു 17,000 ചില രൂപയ്ക്കാണ് നമുക്കത് കിട്ടുന്നത്. ഇപ്പം നോർമലി മാരുതിയുടെ ജെന്യൂൻ ആക്സസറീസ് നല്ലൊരു സോണിയുടെ അല്ലെങ്കിൽ പയനിയറിൻ്റെ എല്ലാം ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു മൂവ് എന്തായാലും തൽക്കാലത്തേക്ക് മാരുതിക്ക് ഒരു ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാനത് എൻ്റെ ഒരു എർട്ടിഗയിൽ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാരുതിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു 9 ഇഞ്ച് ഫിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് എന്തായാലും പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ നക്കാമിച്ചി 3650 മറ്റേ മാരുതി ജെന്യൂൻ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ 9 ഇഞ്ചിൻ്റെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ നമ്മളതൊക്കെ എൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോസൊക്കെ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് ഡേറ്റ്, ടൈം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത് റേഡിയോ വരുന്നുണ്ട്, പിന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, പിന്നെ ഫോൺ, ബ്ലൂടൂത്ത്, USB, ബ്ലൂടൂത്ത് മ്യൂസിക്, ഇത്രയും സാധനങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെറ്റിങ്സിൽ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ടൈമും ഡേറ്റും സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇത് സൗണ്ടിൻ്റെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതിൽ. സബ് വൂഫറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യണം. അതിൻ്റെ റിവേഴ്സ് വോളിയം എത്ര വേണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ജനറലിലാണ് ബാക്കിയുള്ള സെറ്റിങ്സ് വരുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നെസ്, പിന്നെ വീഡിയോ കൺട്രോൾ, വീഡിയോൻ്റെ എത്ര ബ്രൈറ്റ്നെസ് കൺട്രോൾ അത് വേണമെന്നുള്ള ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മളുടെ സ്റ്റിയറിംഗ് വീൽ കൺട്രോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബട്ടൺസ് ഓരോന്ന് കാണാം. അപ്പോൾ ഇതിൽ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, കോൾ എടുക്കാനും, കോള് ഓഫ് ചെയ്യാനും, പിന്നെ മ്യൂട്ട് ചെയ്യാനും, പിന്നെ എന്താ പറയുക ഈ ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട്, പ്ലേ ചെയ്യാനും, നെക്സ്റ്റ് അടിക്കാനായിട്ടും എല്ലാ ബട്ടൺസും ഉണ്ട്. അത് നമ്മുടെ സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റിയറിംഗിൽ ഈ ബട്ടൺ ഏത് ബട്ടണാണോ അത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ആ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യും. ഒരു വട്ടം സെറ്റ് ആയില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്താൽ മതി. ഈ സെറ്റിങ്സ് വളരെ ഒരു നല്ല ഒരു സെറ്റിങ്സ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഇത് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഡ്രൈവർ പൊസിഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈവർ ഫോർബിഡൻ വാച്ച് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ അത് ഒരു വാർണിംഗ് ആയിട്ട് കാണിക്കും. പിന്നെ 7 കളർ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ലൈറ്റിൻ്റെ കളറുകളാണ്. അതിപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ ബ്ലൂ ആണ് ഇട്ടിരിക്കുന്നത്. അത് വേണമെങ്കിൽ മാറ്റാം, പർപ്പിളാക്കാം, സയാൻ, വൈറ്റ് ഉണ്ട്. പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗ്രീൻ ഉണ്ട്, ഇവിടെ യെല്ലോ, റെഡ്, ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഇവിടെ ഇടാൻ പറ്റും. ഇത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനിയിപ്പോൾ റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഡിയോ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ചാനൽസ് ഇവിടെ സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂടൂത്തും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ഉണ്ട്, ആപ്പിൾ കാർപ്ലേ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത്
എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് ആപ്പിൾ കാർപ്ലേ കണക്ട് ചെയ്തേക്കാണ്. അത് വയർ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ കണ്ടോ. അപ്പോൾ വയറാണ് ഇതിൽ ഈ സൈഡിൽ ഡാഷ്ബോർഡിലാണ് വയർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ USB പോർട്ട് അതുവഴിയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. എർട്ടിഗയുടെ നോർമൽ ഒരു ഡിഫോൾട്ടായിട്ട് തരുന്ന USB ഇപ്പോൾ വർക്ക് ചെയ്യില്ല. അതിൻ്റെ കണക്ഷനാണ് അവർ ഇതുപോലെ ഈ വയർ വഴി ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. വാൾപേപ്പർ, ആപ്പിളിൻ്റെ എല്ലാ കാര്യങ്ങളും വരും. പിന്നെ നമുക്ക് ഇതിൽ മാപ്പ് എടുക്കണമെങ്കിൽ വളരെ ഈസിയാണ്. മാപ്പ് വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്കെല്ലാം ഡ്രൈവിങ്ങിലെല്ലാം വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല സ്മൂത്താണ്. ഇതിൽ നമ്മൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് പോകേണ്ടത് എല്ലാ കാര്യങ്ങളും സെർച്ചിൽ നമ്മൾ സെർച്ച് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് മാപ്പ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് ആണിത്. ആപ്പിളിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ യൂട്യൂബും കാര്യങ്ങളൊന്നും ഇതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ആപ്പിളിൻ്റെ നമുക്ക് ഈ മാപ്പ് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഇതിൽ നമുക്കിത് VLC പ്ലെയർ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം അതെല്ലാം ആപ്പിളിനോട് കണക്ട് ചെയ്തിട്ടുള്ള വല്ല ഫയൽ ഉണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ നാക്കാമിച്ചി എന്ന് പറയുന്ന ഈ 9-inch കാർ സ്റ്റീരിയോന്റെ വിശേഷങ്ങൾ. മാരുതി എന്തായാലും ഇപ്പോൾ നമുക്ക് മിക്ക വണ്ടികളിലും 7-inch ടച്ച് സ്ക്രീനാണ് തരുന്നത്. എർട്ടിഗയിലെല്ലാം വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഇത് പുറത്തുനിന്ന് ഫിറ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിന് ഏകദേശം എനിക്കൊരു 17 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. റിവേഴ്സ് ക്യാമറ ഒരു 10,000 ചില രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ 9-inch സ്ക്രീൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരിക. അടുത്തൊരു ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.